PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇനി വരാനിരിക്കുന്ന എല്ലാ PSC പരീക്ഷകൾക്കും LDC, LGS, യൂണിവേഴ്സിറ്റി LGS, LSGS അങ്ങനെ തുടങ്ങുന്ന എല്ലാ PSC പരീക്ഷകൾക്കും ഒരുപോലെ പ്രധാനപ്പെട്ട റാങ്ക് നിർണ്ണയിക്കുന്ന ഒരു ഭാഗമാണ് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ കറണ്ട് അഫയേഴ്സ് ദിവസവും നമ്മുടെ പഠനത്തിൽ ഉൾപ്പെടുത്തേണ്ടതുമാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ നമ്മുടെ ചാനലിലൂടെ എല്ലാ ദിവസവും കാലത്ത് 6 മണിക്ക് കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോസ് മാക്സിമം കണ്ട് പ്രയോജനപ്പെടുത്തുക. നമ്മൾ പറയുന്നത് പോലെ എപ്പോഴും ക്ലാസ് കാണുമ്പോൾ ഒരു നോട്ട്ബുക്കും പെന്നും കയ്യിൽ വെച്ചിട്ട് വേണം ക്ലാസ് കാണാനായിട്ട്. നോട്ട്സ് തയ്യാറാക്കുക, ഡെയിലി റിവിഷൻ ചെയ്യുക, എങ്കിലാണ് അതിൻ്റെ ഒരു പ്രയോജനം നിങ്ങൾക്ക് ഉണ്ടാവത്തുള്ളൂ. പിന്നെ നമ്മുടെ ചാനലിലൂടെ ലൈവ് ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ രാത്രി 8 മണിക്കാണ് കേട്ടോ, എല്ലാ ദിവസവും രാത്രി 8 മണിക്ക് ലൈവ് ക്ലാസ് ഉണ്ടായിരിക്കും. ലൈവ് ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മുൻവർഷ ചോദ്യങ്ങളാണ്. PSC ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നടത്തിയിട്ടുള്ള പരീക്ഷകളിലെ എല്ലാം മുൻവർഷ ചോദ്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്കത് മോക്ക് ടെസ്റ്റിൻ്റെ രൂപത്തിൽ ലൈവായിട്ട് അറ്റൻഡ് ചെയ്യാനും അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കുറച്ച് എക്സ്പ്ലനേഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നതാണ്. അങ്ങനെ നിങ്ങൾക്ക് എല്ലാ ദിവസവും മുൻവർഷ ചോദ്യങ്ങൾ മോക്ക് ടെസ്റ്റിൻ്റെ രൂപത്തിൽ നമ്മുടെ ചാനലിലൂടെ ലൈവായിട്ട് അറ്റൻഡ് ചെയ്യാം. അപ്പോൾ ആ ഒരു രീതിയിൽ എല്ലാ ദിവസവും മുൻവർഷ ചോദ്യങ്ങൾ പഠിക്കുക എന്ന് പറയുന്നത് PSC പരീക്ഷയെ സംബന്ധിച്ച് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതും നമ്മൾ ദിവസവും ലൈവായിട്ട് നിങ്ങൾക്ക് തരുന്നുണ്ട്. പിന്നെ വരുന്ന യൂണിവേഴ്സിറ്റി LGS മെയിൻസിന് വേണ്ടിയിട്ട് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1 മണിക്ക് ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ്, PSC ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നടത്തിയ പരീക്ഷകളിലെ ചോദ്യങ്ങളും അനുബന്ധ വിവരങ്ങളും കൂടെ നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ട്. അത് യൂണിവേഴ്സിറ്റി LGS മെയിൻസിന് മാത്രമല്ല, എല്ലാ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരും നിർബന്ധമായും കണ്ടിരിക്കേണ്ട വീഡിയോസാണ്. ഓക്കെ, അപ്പോൾ എല്ലാ വീഡിയോസും മാക്സിമം കണ്ട് പ്രയോജനപ്പെടുത്തുക. പിന്നെ നമ്മുടെ ടെലിഗ്രാമിൻ്റെ കാര്യം അറിയാലോ, ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യുക. നമ്മൾ ഈ മുൻവർഷ ചോദ്യങ്ങളുടെ മോക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ PDF കാര്യങ്ങളൊക്കെ നമ്മൾ ടെലിഗ്രാമിലൂടെയാണ് ഷെയർ ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ പോൾസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ടെലിഗ്രാമിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ടെലിഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ താഴെ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ജോയിൻ ചെയ്യണേ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്നത്തെ ആദ്യത്തെ ചോദ്യം, അടുത്തിടെ ചെന്നൈ നഗരത്തിലും സമീപ പ്രദേശങ്ങളിലും ആഞ്ഞടിച്ച പേമാരിക്ക് കാരണമായ ചുഴലിക്കാറ്റ്. ചെന്നൈ നഗരത്തിലും സമീപ പ്രദേശങ്ങളിലും ഈ ഇടയ്ക്ക് ആഞ്ഞടിച്ച പേമാരിക്ക് കാരണമായ ചുഴലിക്കാറ്റ് ഏതാണ്? മിഷോങ് ആണ് കേട്ടോ. മിഷോങ് എന്നാണ് ചുഴലിക്കാറ്റിൻ്റെ പേര്. അപ്പോൾ ഈ മിഷോങ് എന്ന് പറയുന്ന പേര് നൽകിയ രാജ്യം ഏതാണ്? PSC ഇങ്ങനെയാണ് നമ്മളോട് ചോദിക്കുക അല്ലേ. അപ്പോൾ മിഷോങ് എന്ന് പറയുന്ന ചുഴലിക്കാറ്റിന് ആ പേര് നൽകിയത് ആരാ? മ്യാൻമർ ആണ്. മ്യാൻമർ. മിഷോങ് എന്ന് പറയുന്ന പേര് നൽകിയത് ആരാണ്? മ്യാൻമർ ആണ്. ഈ മിഷോങ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്ത് എന്ന് ചോദിച്ചാൽ, പ്രതികൂല സാഹചര്യങ്ങൾ തരണം ചെയ്ത് മടങ്ങി വരാനുള്ള ശേഷി. എന്താണ് അർത്ഥം? പ്രതികൂല സാഹചര്യങ്ങൾ തരണം ചെയ്ത് മടങ്ങി വരാനുള്ള ശേഷി എന്നതാണ് ഈ വാക്കിന്റെ അർത്ഥം. അപ്പോൾ അടുത്തിടെ ചെന്നൈ നഗരത്തിലും സമീപ പ്രദേശങ്ങളിലും ആഞ്ഞടിച്ച പേമാരിക്ക് കാരണമായ ചുഴലിക്കാറ്റ് മിഷോങ്. മിഷോങ്ങിന് ആ പേര് നൽകിയ രാജ്യം മ്യാൻമർ. ഈ മിഷോങ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം പ്രതികൂല സാഹചര്യങ്ങൾ തരണം ചെയ്ത് മടങ്ങി വരാനുള്ള ശേഷി എന്നതാണ്. കിട്ടിയില്ലേ? ഇനി അടുത്ത ചോദ്യം, 2023 നവംബറിൽ ഇന്ത്യക്കാർക്ക് വിസ രഹിത പ്രവേശനം അനുവദിച്ച രാജ്യം. 2023 നവംബറിൽ ഇന്ത്യക്കാർക്ക്, അതുകൊണ്ട് തന്നെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്, ഇന്ത്യക്കാർക്ക് എന്താണ് സംഭവിച്ചത്? വിസ രഹിത പ്രവേശനം അനുവദിച്ചു. ഏത് രാജ്യമാണ് അനുവദിച്ചത്? മലേഷ്യ. മലേഷ്യ. മലേഷ്യയിൽ ഇങ്ങനെ ഒരു അനുവാദം എത്ര ദിവസത്തേക്കാണെന്ന് ചോദിച്ചാൽ 30 ദിവസത്തേക്കാണ് കേട്ടോ. 30 ദിവസത്തേക്ക് വിസയൊന്നും കൂടാതെ ഇന്ത്യക്കാർക്ക് മലേഷ്യയിൽ ചെലവഴിക്കാം എന്നുള്ള ഒരു ഇളവ് അനുവദിച്ചത് 2023 നവംബറിലാണ്. ഏത് രാജ്യമാണ്? മലേഷ്യ. ഇത് എന്നാണ് നിലവിൽ വരുന്നത്, അല്ലെങ്കിൽ എന്നാണ് ഇത് പ്രാബല്യത്തിൽ വന്നത് എന്ന് ചോദിച്ചാൽ 2023 ഡിസംബർ 1 കേട്ടോ. 2023 ഡിസംബർ 1 ഇത് പ്രാബല്യത്തിൽ വരുന്നത്. എത്ര ദിവസമാണ് കഴിയാൻ പറ്റുന്നത് വിസയില്ലാതെ? 30 ദിവസം വിസയില്ലാതെ മലേഷ്യയിൽ കഴിയാം. ഇത് ഇന്ത്യക്കാർക്ക് മാത്രമല്ല, ഇന്ത്യയെ പോലെ തന്നെ മറ്റൊരു രാജ്യത്തിനും കൂടെ ഈ ഒരു ഇളവുണ്ടായിരുന്നു. ഏത് രാജ്യമാണ്?
ചൈന. ഇന്ത്യയോടൊപ്പം തന്നെ ചൈനയ്ക്ക് കൂടെ ഈ ഒരു ഇളവുണ്ടായിരുന്നു. 30 ദിവസം വിസ ഇല്ലാതെ മലേഷ്യയിൽ കഴിയുവാനുള്ള ഇളവ് ഇന്ത്യക്കും ചൈനയ്ക്കും പ്രാബല്യത്തിൽ വന്നത് 2023 ഡിസംബർ 1. പറയുമ്പോൾ തന്നെ പെട്ടെന്ന് ചോദ്യങ്ങളൊക്കെ പഠിക്കാനായിട്ട് ശ്രമിക്കാം കേട്ടോ. ഓക്കെ, അതിനാണ് ഞാൻ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. അടുത്ത ചോദ്യം, ഇന്തോനേഷ്യയിൽ നടന്ന ഫിഫ അണ്ടർ 17 ലോകകപ്പിൽ കിരീടം നേടിയ ടീം ഏതാണ്? ഇന്തോനേഷ്യയിൽ നടന്ന ഫിഫ അണ്ടർ 17 ലോകകപ്പിൽ കിരീടം നേടിയ ടീം ഏതാണ്? ജർമ്മനിയാണ്. ജർമ്മനി ആരെയാണ് ഫൈനലിൽ തോൽപ്പിച്ചത്? ഫ്രാൻസിനെ തോൽപ്പിച്ചുകൊണ്ടാണ് ജർമ്മനി ഫിഫ അണ്ടർ 17 ലോകകപ്പിൽ കിരീടം നേടുന്നത്. എവിടെ വച്ചിട്ടാണ് ഫിഫ അണ്ടർ 17 ലോകകപ്പ് നടന്നത്? ഇന്തോനേഷ്യയിൽ വച്ചിട്ടാണ്. വിജയികളായത് ജർമ്മനി. ആരെ തോൽപ്പിച്ചു? ഫ്രാൻസിനെ തോൽപ്പിച്ചു. ഓക്കെ, അടുത്ത ചോദ്യം, രാജ്യത്തെ ഏറ്റവും സുരക്ഷിതമായ നഗരം എന്ന ബഹുമതി തുടർച്ചയായി 3-ാം വർഷവും നേടിയത് ആരാണ്? രാജ്യത്തെ ഏറ്റവും സുരക്ഷിതമായ നഗരം എന്ന ബഹുമതി 3-ാം വർഷവും തുടർച്ചയായി നേടിയത് ആരാണ്? കൊൽക്കത്തയാണ് നേടുന്നത്. കൊൽക്കത്ത. അപ്പോൾ ഈ ഒരു കണ്ടെത്തൽ എന്ന് പറയുന്നത് ആരുടെ റിപ്പോർട്ട് പ്രകാരമാണ്? നാഷണൽ ക്രൈം ബ്യൂറോ. ഓക്കെ, നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ റിപ്പോർട്ട് പ്രകാരമാണ് ഈ ഒരു കണ്ടെത്തൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ സുരക്ഷിതമായ നഗരമായിട്ട് തിരഞ്ഞെടുക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? നഗരങ്ങളിലെ ജനസംഖ്യ അടിസ്ഥാനമാക്കി കുറ്റകൃത്യങ്ങളുടെ എണ്ണം കണക്കാക്കിയിട്ട് ഒരു നഗരത്തിൽ എത്ര ജനസംഖ്യയുണ്ടോ അത് കണക്കാക്കി അവിടെ എത്രത്തോളം കുറ്റകൃത്യങ്ങളുടെ എണ്ണമുണ്ട് എന്ന് പരിശോധിച്ചിട്ടാണ് ഈ ഒരു റിപ്പോർട്ട് തയ്യാറാക്കുന്നത്. അപ്പോൾ സുരക്ഷിതമായ നഗരത്തിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്നത് ആരാണെന്ന് നമ്മൾ പറഞ്ഞു? കൊൽക്കത്തയാണെന്ന് പറഞ്ഞു. ഈ സുരക്ഷിതമായ നഗരത്തിൽ 2-ാം സ്ഥാനത്ത് നിൽക്കുന്ന നഗരം ഏത് എന്ന് ചോദിച്ചാൽ അത് പൂനെയാണ്. സുരക്ഷിതമായ നഗരത്തിൽ 2-ാം സ്ഥാനം പൂനെ. ഇനി 3-ാം സ്ഥാനത്ത് നിൽക്കുന്നത് ഹൈദരാബാദ് ആണ്. 3-ാം സ്ഥാനത്ത് നിൽക്കുന്ന നഗരം ഏതാണ്? ഹൈദരാബാദ്. അപ്പോൾ രാജ്യത്തെ ഏറ്റവും സുരക്ഷിതമായ നഗരം കൊൽക്കത്ത, 2-ാം സ്ഥാനത്ത് പൂനെ, 3-ാം സ്ഥാനത്ത് ഹൈദരാബാദുമാണ് നിൽക്കുന്നത്. ഈ കൊൽക്കത്തയിൽ 2016 മുതൽ കുറ്റകൃത്യങ്ങളുടെ എണ്ണം ക്രമാനുഗതമായിട്ട് ഇങ്ങനെ കുറഞ്ഞു വരുന്നത് കൊണ്ടാണ് ഈ ഒരു റിപ്പോർട്ടിൽ കൊൽക്കത്തയ്ക്ക് 1-ാം സ്ഥാനമായിട്ട് കിട്ടിയിട്ടുള്ളത്. അതുപോലെ ഈ നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോ എന്ന് നമ്മൾ പറഞ്ഞില്ലേ, ഈ നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ 2022 റിപ്പോർട്ട് പ്രകാരം ആത്മഹത്യാ നിരക്കിൽ നമ്മുടെ കേരളത്തിന്റെ സ്ഥാനം ഒന്ന് പഠിച്ചു വെച്ചേക്കണം. ആത്മഹത്യാ നിരക്കിൽ നമ്മുടെ കേരളത്തിന്റെ സ്ഥാനം എന്ന് പറയുന്നത് 4-ാം സ്ഥാനമാണ് കേരളത്തിന്. ആത്മഹത്യാ നിരക്കിൽ കേരളത്തിന്റെ സ്ഥാനം എത്രയാണ്? 4-ാം സ്ഥാനമാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പൊ നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ 2022 റിപ്പോർട്ട് പ്രകാരം ആത്മഹത്യാ നിരക്കിൽ കേരളം 4-ാം സ്ഥാനത്താണ്. അപ്പോൾ ഈ ആത്മഹത്യാ നിരക്കിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്നത് ആരാന്ന് ചോദിച്ചാൽ അത് മഹാരാഷ്ട്രയാണ്. ആത്മഹത്യാ നിരക്കിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്നത് മഹാരാഷ്ട്രയാണ്. അതുപോലെ 2-ാം സ്ഥാനത്ത് രാജ്യത്തെ നഗരങ്ങളിലെ ആത്മഹത്യാ നിരക്കിൽ, ഇതിപ്പോൾ സംസ്ഥാനങ്ങളുടെ കാര്യമാണ് പറഞ്ഞത്, രാജ്യത്തെ നഗരങ്ങളുടെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ആത്മഹത്യാ നിരക്കിൽ കൊല്ലം എന്ന് പറയുന്നത് 2-ാം സ്ഥാനത്താണ് നിൽക്കുന്നത് കേട്ടോ. കൊല്ലം എന്ന് പറയുന്നത് 2-ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. 1-ാം സ്ഥാനത്ത് നഗരങ്ങളുടെ കേസ് എടുക്കുമ്പോൾ 1-ാം സ്ഥാനത്ത് നിൽക്കുന്നത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിജയവാഡയാണ്. ഓക്കെ, അപ്പൊ ആത്മഹത്യാ നിരക്കിൽ കേരളത്തിന്റെ സ്ഥാനം 4-ാം സ്ഥാനം, 1-ാം സ്ഥാനത്ത് മഹാരാഷ്ട്ര. ഇനി ആത്മഹത്യാ നിരക്കിൽ നഗരങ്ങളുടെ സ്ഥാനത്താണെങ്കിൽ 1-ാം സ്ഥാനം വിജയവാഡ, 2-ാം സ്ഥാനം കൊല്ലം എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, കേരളത്തിലെ മികച്ച കായിക താരത്തിനുള്ള 35ാമത് ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ പുരസ്കാരം നേടിയത്? കേരളത്തിലെ മികച്ച കായിക താരത്തിനുള്ള, കേരളത്തിലെയാണ് അതുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആണ്,
കേരളത്തിലെ മികച്ച കായിക താരത്തിനുള്ള 35ാമത് ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ പുരസ്കാരം നേടിയത് ആരാണ്? എം ശ്രീശങ്കർ ആണ്. ഒളിമ്പ്യൻ എം ശ്രീശങ്കർ ആണ്. എം ശ്രീശങ്കർ ലോങ് ജമ്പ് താരമാണ്. രണ്ടും ഓർത്തിരിക്കണേ. ലോങ് ജമ്പ് താരമായ എം ശ്രീശങ്കർ ആണ് 35ാമത് ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ പുരസ്കാരം നേടുന്നത്. അപ്പോൾ ഇതിൻ്റെ പുരസ്കാരത്തിൻ്റെ സമ്മാന തുക എന്ന് പറയുന്നത് 1,00,000 രൂപയും ഫലകവും അടങ്ങുന്നതാണ് സമ്മാന തുക. അപ്പോൾ ഈ ജിമ്മി ജോർജിൻ്റെ പേരിലാണല്ലോ ഇത് അറിയപ്പെടുന്നത്. 35ാമത് ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ പുരസ്കാരമാണ് പറയുന്നത്. അപ്പോൾ ജിമ്മി ജോർജ് എന്ന് പറയുമ്പോൾ 1987 നവംബർ 30 എവിടെ വെച്ചാണ് മരിക്കുന്നത്? ഇറ്റലിയിലുണ്ടായ കാർ അപകടത്തിൽ മരിച്ച ഇന്ത്യൻ എന്ത് താരമാണ്? ഇന്ത്യൻ വോളിബോൾ താരമാണ് ആര്? ജിമ്മി ജോർജ്. അപ്പം ജിമ്മി ജോർജ് ഏത് കായിക ഇനമാണ് എന്ന് ചോദിക്കാം. ജിമ്മി ജോർജ് ഇന്ത്യൻ വോളിബോൾ താരമാണ് കേട്ടോ. വോളിബോൾ താരമാണ്, ഇന്ത്യൻ താരമാണെന്നുള്ളത് നമുക്കറിയാം. അദ്ദേഹം എവിടെ വെച്ചിട്ടാണ് മരിക്കുന്നത്? 1987 നവംബർ 30 ഇറ്റലിയിൽ വെച്ചിട്ടുണ്ടായിട്ടുള്ള ഒരു കാർ അപകടത്തിലാണ് മരിക്കുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഈ ഒരു പുരസ്കാരം അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, 2023 ഡിസംബർ 8 ലോക്സഭയിൽ നിന്നും പുറത്താക്കപ്പെട്ട അംഗം. 2023 ഡിസംബർ 8 ലോക്സഭയിൽ നിന്നും പുറത്താക്കപ്പെട്ട അംഗമാണ് മഹുവ മൊയ്ത്ര. ആരാണ്? മഹുവ മൊയ്ത്ര. ഇപ്പൊ തന്നെ പഠിച്ചേക്കണേ. 2023 ഡിസംബർ 8 ലോക്സഭയിൽ നിന്നും പുറത്താക്കപ്പെട്ട അംഗമാണ് മഹുവ മൊയ്ത്ര. അപ്പോൾ പാർലമെന്റില് ചോദ്യമുന്നയിക്കാൻ വ്യവസായിയിൽ നിന്ന് പണവും സമ്മാനങ്ങളും കൈപ്പറ്റി എന്ന് പറയുന്ന പരാതി പരിശോധിച്ച എത്തിക്സ് കമ്മിറ്റിയുടെ ശുപാർശകൾ അംഗീകരിച്ച ലോക്സഭ ശബ്ദ വോട്ടോടെയാണ് ഈ നടപടി സ്വീകരിച്ചത്. അപ്പോൾ പാർലമെന്റിൽ ചോദ്യം ഉന്നയിക്കാനായിട്ട് വന്ന വ്യവസായിയിൽ നിന്നും പണവും സമ്മാനങ്ങളും എല്ലാം കൈപ്പറ്റി എന്നുള്ളതാണ് ഈ ഇദ്ദേഹത്തിന് മേലുള്ള പരാതി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് പരിശോധിച്ച കമ്മിറ്റി ഏതാണ്? എത്തിക്സ് കമ്മിറ്റി. എന്താണ്? എത്തിക്സ് കമ്മിറ്റി. അപ്പോൾ ഈ ഒരു പ്രശ്നം അതിനെക്കുറിച്ച് പരിശോധിച്ച എത്തിക്സ് കമ്മിറ്റിയുടെ ശുപാർശ അംഗീകരിച്ചിട്ടാണ് ലോക്സഭ എന്ത് ചെയ്യുന്നത്? ഈ ഒരു നടപടി സ്വീകരിക്കുന്നത്. ഇനി തൃണമൂൽ കോൺഗ്രസ് അംഗമാണ് കേട്ടോ ഈ മഹുവ എന്ന് പറയുന്ന വ്യക്തി. ഏത് പാർട്ടിയിലാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൃണമൂൽ കോൺഗ്രസ് അംഗമാണ്. തൃണമൂൽ കോൺഗ്രസ് അംഗമായിട്ടുള്ള മഹുമ എവിടെയാണ്? പശ്ചിമ ബംഗാളിലാണ് കേട്ടോ. പശ്ചിമ ബംഗാളിലെ കൃഷ്ണനഗറിൽ നിന്നുള്ള അംഗമാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി ഇതുപോലെ തന്നെ ഈ കോഴ ആരോപണത്തിന്റെ പേരിൽ പാർലമെന്റ് പുറത്താക്കുന്ന എത്രാമത്തെ MP ആണ് മഹുമ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 14ാമത്തെ MP ആണ്. കോഴ കേസിൽ പാർലമെന്റിൽ നിന്നും പുറത്താക്കുന്ന 14ാമത്തെ MP ആണ് മഹുവ. ലോക്സഭയിൽ നിന്നും 12ഉം രാജ്യസഭയിൽ നിന്നും 2 പേരുമാണ് ഇതുവരെ പുറത്താക്കപ്പെട്ടിട്ടുള്ളത്. ലോക്സഭയിൽ നിന്നും കോഴ ആരോപണത്തിൽ 12 പേരും രാജ്യസഭയിൽ നിന്നും 2 പേരുമാണ് നാളിതുവരെ ഇങ്ങനെ പുറത്താക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതും കൂടെ ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ആദ്യത്തെ സൗണ്ടിംഗ് റോക്കറ്റ് വിക്ഷേപണത്തിന്റെ എത്രാം വാർഷികം അല്ലെങ്കിൽ ഇന്ത്യയുടെ ആദ്യത്തെ സൗണ്ടിംഗ് റോക്കറ്റ് വിക്ഷേപണത്തിന്റെ എത്രാം വാർഷികമാണ് 2023 നവംബർ 21 ആഘോഷിച്ചത്? ഏതിൻ്റെയാണ്? എത്രാമതാണ്? 60ാമത് അല്ലെ? ഇന്ത്യയുടെ ആദ്യത്തെ സൗണ്ടിംഗ് റോക്കറ്റ് വിക്ഷേപണത്തിന്റെ 60ാമത് വാർഷികമാണ് 2023 നവംബർ 1 ആഘോഷിച്ചത്. അപ്പോൾ ഏതാണ് ഈ പറയുന്ന സൗണ്ടിംഗ് റോക്കറ്റ് എന്ന് പറയുന്നത്? നിക് അപ്പാച്ചെ. എന്താണ്? നിക് അപ്പാച്ചെ. അപ്പൊ നിക് അപ്പാച്ചെ എന്ന് പറയുന്നത് എവിടെ നിന്നുമാണ് വിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നത്? തിരുവനന്തപുരത്തെ തുമ്പ ഇക്വറ്റോറിയൽ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ, അതായത് TERLS തുമ്പ ഇക്വറ്റോറിയൽ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷനിൽ നിന്നാണ് 1963
നവംബർ 21 1963 നവംബർ 21 വൈകുന്നേരം 6:25 അമേരിക്കൻ നിർമ്മിത സൗണ്ടിംഗ് റോക്കറ്റായിട്ടുള്ള നിക് അപ്പാച്ചെ വിക്ഷേപിച്ചത് എന്നുള്ളത് ഓർത്തിരിക്കുക കേട്ടോ. 1963 നവംബർ 21 തുമ്പ ഇക്വറ്റോറിയൽ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷനിൽ നിന്നും നിക് അപ്പാച്ചെ വിക്ഷേപിക്കുന്നത്. അപ്പൊ കാളവണ്ടിയിലും സൈക്കിളിലുമൊക്കെ ആയിട്ട് എത്തിച്ച റോക്കറ്റിന്റെ ഭാഗങ്ങൾ തുമ്പയിലെ മേരി മഗ്ദലന പള്ളിയുടെ അധീനതയിലായിരുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് ബന്ധിപ്പിച്ചത് കേട്ടോ. അപ്പോൾ എന്താണ്, ഈ ഭൂമിയുടെ കാന്തിക മധ്യരേഖയ്ക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന പ്രദേശമായതുകൊണ്ടാണ് തുമ്പയെ നമ്മൾ എന്താണ് ഈ വിക്ഷേപണ കേന്ദ്രമായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് ഈ പറയുന്ന നിക് അപ്പാച്ചെ വിക്ഷേപിച്ചത് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഈ ഒരു ഡേറ്റും കൂടെ പഠിച്ചു വെച്ചേക്കണേ. 60ാമത് വാർഷികമാണ് ഈ സൗണ്ടിംഗ് റോക്കറ്റിന്റെ വിക്ഷേപണത്തിന്റെ 60ാമത് വാർഷികമാണ് ആഘോഷിച്ചത് 2023 നവംബർ 21. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, 2023 ബുക്കർ സമ്മാനം നേടിയത് 2023 ബുക്കർ സമ്മാനം നേടിയത് ആരാണ്? പോൾ ലിഞ്ച് ആണ്. 2023 ബുക്കർ സമ്മാനം നേടുന്നത്. അപ്പോൾ പ്രോഫറ്റ് സോങ് എന്ന് പറയുന്ന നോവലിനാണ് കേട്ടോ. എന്താണ് നോവലിന്റെ പേര്? പ്രോഫറ്റ് സോങ് എന്ന് പറയുന്ന നോവലിനാണ് ഈ പോൾ ലിഞ്ചിന് ഇത് കിട്ടുന്നത്. പോൾ ലിഞ്ച് എന്ന് പറയുമ്പോൾ ഐറിഷ് സാഹിത്യകാരനാണെന്നും കൂടെ ഓർത്തിരിക്കുക കേട്ടോ. ഐറിഷ്. അപ്പോൾ പോൾ ലിഞ്ച് ഐറിഷ് സാഹിത്യകാരനായ പോൾ ലിഞ്ചിന് ബുക്കർ സമ്മാനം 2023 ലഭിച്ചു. ഏത് നോവലിനാണ്? പ്രോഫറ്റ് സോങ് എന്ന് പറയുന്ന നോവലിനാണ് ഈ പറയുന്ന ബുക്കർ സമ്മാനം ലഭിക്കുന്നത്. സമ്മാനത്തുക എത്രയാണ്? ഏകദേശം 53 ലക്ഷം രൂപയാണ് ബുക്കർ സമ്മാനത്തിന്റെ സമ്മാനത്തുക എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ബുക്കർ സമ്മാനം നൽകുന്നത് ആർക്കാണ്? ലോകത്തിന്റെ ഏത് ഭാഗത്തു നിന്നുമുള്ള ഇംഗ്ലീഷ് എഴുത്തുകാരുടെ ബ്രിട്ടനിലും അയർലൻഡിലും പ്രസിദ്ധീകരിക്കുന്ന നോവലുകൾക്കാണ് ബുക്കർ സമ്മാനം നൽകുക. എവിടേക്കാണ് പ്രസിദ്ധീകരിക്കേണ്ടത്? ബ്രിട്ടനിലും അതുപോലെ തന്നെ അയർലൻഡിലും പ്രസിദ്ധീകരിക്കുന്ന പുസ്തകങ്ങൾക്കാണ് കേട്ടോ. അപ്പോൾ ബുക്കർ സമ്മാനം ഓർത്തിരിക്കുക. ലോകത്തിന്റെ ഏത് ഭാഗത്തു നിന്നുമുള്ള ഇംഗ്ലീഷ് എഴുത്തുകാരായിക്കോട്ടെ അവരുടെ ബ്രിട്ടനിലും അയർലൻഡിലും പ്രസിദ്ധീകരിക്കുന്ന നോവലുകൾക്കാണ് ബുക്കർ സമ്മാനം ലഭിക്കുന്നത്. 2023 ലഭിച്ചത് പോൾ ലിഞ്ച്, ഐറിഷ് സാഹിത്യകാരനാണ്. അദ്ദേഹത്തിന്റെ പ്രോഫറ്റ് സോങ് എന്ന് പറയുന്ന നോവലിനാണ് ലഭിച്ചത് എന്നതുകൂടെ ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, 2023 വിശ്വസുന്ദരി മിസ് യൂണിവേഴ്സ് കിരീടം നേടിയത് ആരാണ്? 2023 വിശ്വസുന്ദരി കിരീടം നേടിയത് ആരാണ്? ഷെയ്നിസ് പലാസിയോസ്. ആരാണ്? ഷെയ്നിസ് പലാസിയോസ് ആണ് കേട്ടോ. ഷെയ്നിസ് പലാസിയോസ് ആണ്. 23 വയസ്സേ ഉള്ളൂ കേട്ടോ. 23കാരിയാണ്. നിക്കരാഗ്വ എന്ന് പറയുന്ന പ്ലേസിൽ നിന്നുമാണ്. ഓക്കെ, അപ്പോൾ ആന്റോണിയ പോർസിൽഡ് അതുപോലെ മൊറായ വിൽസൺ എന്നിവരാണ് 2ഉം 3ഉം സ്ഥാനങ്ങളിൽ. വിശ്വസുന്ദരി പട്ടത്തിൽ 1ാം സ്ഥാനം ഷെയ്നിസ് പലാസിയോസിനാണ്. 2ാം സ്ഥാനം ആർക്കാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആന്റോണിയ പോർസിൽഡ് എവിടത്തുകാരാ? തായ്ലൻഡ് ആണ് കേട്ടോ. തായ്ലൻഡ്. ദെൻ 3ാം സ്ഥാനം ലഭിച്ചത് മൊറായ വിൽസൺ എവിടെയാണ്? ഓസ്ട്രേലിയയിൽ നിന്നുമുള്ള മൊറായ വിൽസൺ ആണ് 3ാം സ്ഥാനം നേടിയത്. 2022 വിശ്വസുന്ദരി ആരായിരുന്നു? 2022 വിശ്വസുന്ദരി ആർബണി ഗബ്രിയേൽ ആയിരുന്നു. രണ്ടും പഠിച്ചു വെച്ചേക്കണേ. 2023 വിശ്വസുന്ദരി ഷെയ്നിസ് പലാസിയോസ്, 2022 ആർബണി ഗബ്രിയേൽ ആയിരുന്നു. അവര് യുഎസിലെ ആളാണ് ആർബണി ഗബ്രിയേൽ എന്ന് പറയുന്നത്. അപ്പൊ ആർബണി ഗബ്രിയേൽ ആയിരിക്കും ആരെ കിരീടം അണിയിച്ചത്? ഷെയ്നിസ് പലാസിയോസിനെ കിരീടം അണിയിച്ചത്. ഓക്കെ, അപ്പൊ ഈ മത്സരം നടന്നത് എൽ സാൽവദോറിന്റെ തലസ്ഥാനമായ
സാൻ സാൽവദോറിലാണ് കേട്ടോ. സാൻ സാൽവദോർ, എൽ സാൽവദോറിന്റെ തലസ്ഥാനമായ സാൻ സാൽവദോറിലാണ് മത്സരം നടന്നത്. നവംബർ 19 മത്സരം നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 72ാം വിശ്വസുന്ദരി മത്സരത്തിൽ ഇന്ത്യയിൽ നിന്നുള്ള ശ്വേത ശർദ ഉൾപ്പെടെ 84 പേരാണ് ടോട്ടലായിട്ട് പങ്കെടുത്തത്. ഇന്ത്യയിൽ നിന്നുള്ള ആളായിരുന്നു ശ്വേത ശർദ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു എന്നതും കൂടെ ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, 2023 നവംബർ 19 അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ഇന്ത്യയെ തോൽപ്പിച്ച ഓസ്ട്രേലിയ എത്രാമതായാണ് ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയത്? 2023 നവംബർ 19 അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ഇന്ത്യയെ തോൽപ്പിച്ചുകൊണ്ട് ഓസ്ട്രേലിയ എത്രാമത് ലോകകപ്പ് ക്രിക്കറ്റ് കിരീടമാണ് നേടിയത്? ആറാമത് ലോകകപ്പ് ക്രിക്കറ്റ് കിരീടമാണ് ഓസ്ട്രേലിയ നേടുന്നത്. ഓക്കെ, അപ്പോൾ 13ാമത് ലോകകപ്പ് അല്ലെ, ലോകകപ്പ് എത്രാമതാണ്? 13ാമത് ലോകകപ്പ് ക്രിക്കറ്റിൽ 10 മത്സരങ്ങൾ തുടർച്ചയായിട്ട് ജയിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഇന്ത്യ എത്ര മത്സരങ്ങൾ തുടർച്ചയായി ജയിച്ചു? 10 മത്സരങ്ങൾ തുടർച്ചയായിട്ട് ഇന്ത്യ ജയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ത്യയെ 6 വിക്കറ്റിനാണ് ഓസ്ട്രേലിയ തോൽപ്പിച്ചത്. എത്ര വിക്കറ്റിനാ? 6 വിക്കറ്റിനാണ് തോൽപ്പിച്ചത്. അപ്പോൾ ഓസ്ട്രേലിയ ഇതിനു മുൻപും ഇതുപോലെ ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയിട്ടുള്ള വർഷങ്ങൾ ഒന്ന് ഓർത്തിരിക്കുക. 1 1987, 2 1999, 3 2003, 4 2007, 5 2015 എന്നീ വർഷങ്ങളിലാണ് ഇതിനു മുൻപ് ഓസ്ട്രേലിയ ജേതാക്കളായിട്ടുള്ളത്. 1987, 1999, 2003, 2007, 2015 എന്നീ വർഷങ്ങളിലാണ്. ഓക്കെ, അപ്പോൾ ഈ ലോകകപ്പിന്റെ പ്ലെയർ ഓഫ് ദി മാച്ച് എന്ന് പറയുന്നത് ആരാണ്? പ്ലെയർ ഓഫ് ദി മാച്ച് എന്ന് പറയുന്നത് ഈ ലോകകപ്പിൽ ആരായിരുന്നു? ട്രാവിഡ് ഹെഡ് ആണ് കേട്ടോ. ട്രാവിഡ് ഹെഡ് ആണ് ഓസ്ട്രേലിയയുടെ ട്രാവിഡ് ഹെഡ് ആണ് പ്ലെയർ ഓഫ് ദി മാച്ച് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇനി പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് ആരാണ് എന്ന് ചോദിച്ചാൽ, പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? വിരാട് കോഹ്ലിയാണ്. വിരാട് കോഹ്ലി നമുക്കറിയാം ഇന്ത്യയിലാണ് 765 റൺസാണ് ആളെടുത്തത് കേട്ടോ. പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് വിരാട് കോഹ്ലിയാണ്, 765 റൺസാണ്. ഒരു ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ റൺസ് എന്ന് പറയുന്ന റെക്കോർഡും ആരുടേതാണ്? വിരാട് കോഹ്ലിയുടേതാണ്. 765 റൺസ് ആണ് കേട്ടോ. അപ്പോൾ ഒരു ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരമാണ് വിരാട് കോഹ്ലി. 765 റൺസാണ് നേടിയത്. ഇനി ക്യാപ്റ്റന്മാർ ആരൊക്കെയായിരുന്നു? ഇപ്പോൾ ഓസ്ട്രേലിയയും ഇന്ത്യയും തമ്മിലായിരുന്നല്ലോ ഫൈനൽസ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിലെ ഓസ്ട്രേലിയയുടെ ക്യാപ്റ്റൻ ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാറ്റ് കമിൻസ് ആണ് ഓസ്ട്രേലിയയുടെ ക്യാപ്റ്റൻ എന്ന് പറയുന്നത്. ഇന്ത്യയുടെ ക്യാപ്റ്റൻ ആരായിരുന്നു? രോഹിത് ശർമ്മയായിരുന്നു. ഇന്ത്യയുടെ ക്യാപ്റ്റൻ ആരായിരുന്നു? രോഹിത് ശർമ്മയായിരുന്നു എന്നുള്ളതും ഓർത്തിരിക്കുക. ഈ ലോകകപ്പിൽ എത്ര രാജ്യങ്ങൾ പങ്കെടുത്തു? 10 രാജ്യങ്ങളാണ് ലോകകപ്പിൽ പങ്കെടുത്തത്. എത്ര മത്സരങ്ങൾ നടന്നു? 48 മത്സരങ്ങളാണ് നടന്നത്. 10 രാജ്യങ്ങൾ പങ്കെടുത്തു, 48 മത്സരങ്ങൾ നടന്നു. ഓക്കെ, അപ്പോൾ ഇതിൽ പ്ലെയർ ഓഫ് ദി മാച്ച് ഇമ്പോർട്ടൻ്റ് ആണ്, പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഓസ്ട്രേലിയ മുൻപ് വേൾഡ് കപ്പ് നേടിയിട്ടുള്ള വർഷങ്ങൾ ഒന്ന് ഓർത്തിരിക്കുക. എത്രാമത് വേൾഡ് കപ്പ് ആയിരുന്നു എന്നുള്ളത് വേദി ഓർത്തിരിക്കുക. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലായിരുന്നു വേദി. എന്നാണ് നടന്നത്? 2023 നവംബർ 19 ഫൈനൽ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ അത്രയും അറിഞ്ഞിരിക്കുക. അടുത്ത ചോദ്യം, വ്യക്തികൾക്കിടയിൽ സാമൂഹിക അടുപ്പം വർദ്ധിപ്പിക്കുവാനുള്ള മാർഗങ്ങൾക്ക് രൂപം നൽകുന്നതിനായി ലോകാരോഗ്യ സംഘടന രൂപവൽക്കരിച്ച കമ്മീഷന്റെ അധ്യക്ഷൻ. വ്യക്തികൾക്കിടയിൽ സാമൂഹിക അടുപ്പം വർദ്ധിപ്പിക്കുന്നതിനുള്ള മാർഗങ്ങൾക്ക് രൂപം നൽകുന്നതിനായി ലോകാരോഗ്യ സംഘടന രൂപവൽക്കരിച്ച കമ്മീഷന്റെ അധ്യക്ഷനാണ് ഡോക്ടർ വിവേക് മൂർത്തി. അപ്പോൾ ഈ ഒരു കമ്മീഷനിൽ ആകെ 11 അംഗങ്ങളാണ് ഉള്ളത്. കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണം എത്രയാണ്? 11 അംഗങ്ങളാണ് ഉള്ളത്. അപ്പോൾ അതിൽ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി
എന്ന് പറയുന്നത് US-ലെ സർജൻ ജനറലായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയും ആ സ്ഥാനത്തെത്തിയ ആദ്യത്തെ ഇന്ത്യൻ വംശജനും കൂടിയാണ് വിവേക് മൂർത്തി എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ US-ലെ സർജൻ ജനറലായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയും അതുപോലെ തന്നെ ആ സ്ഥാനത്തെത്തുന്ന ആദ്യത്തെ ഇന്ത്യൻ വംശജനും കൂടിയാണ് വിവേക് മൂർത്തി. അപ്പോൾ ഇന്ത്യൻ ആയതുകൊണ്ട് തന്നെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കുക. കർണാടകത്തിൽ നിന്നും US-ലേക്ക് കുടിയേറിയ കുടുംബത്തിലാണ് അദ്ദേഹം ജനിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും ഓർത്തിരിക്കുക. വ്യക്തികൾക്കിടയിൽ സാമൂഹിക അടുപ്പം വർദ്ധിപ്പിക്കുന്നതിനുള്ള മാർഗങ്ങൾക്ക് രൂപം നൽകുന്നതിനായി ലോകാരോഗ്യ സംഘടന രൂപവൽക്കരിച്ച കമ്മീഷന്റെ അധ്യക്ഷൻ ഒരു ഇന്ത്യനാണ്, ഡോക്ടർ വിവേക് മൂർത്തി എന്നുള്ള കാര്യം. അടുത്ത ചോദ്യം, സംസ്ഥാന സാമൂഹിക നീതി വകുപ്പ് മാനസിക വെല്ലുവിളി നേരിടുന്നവർക്കായി കേരളത്തിൽ 4 പുനരധിവാസ ഗ്രാമങ്ങൾ സജ്ജമാക്കുന്നു. എവിടെയൊക്കെയാണത്? സംസ്ഥാന സാമൂഹിക നീതി വകുപ്പ് എന്ത് ചെയ്യുന്നുണ്ട്? മാനസിക വെല്ലുവിളി നേരിടുന്നവർക്ക് വേണ്ടി കേരളത്തിൽ 4 പുനരധിവാസ ഗ്രാമങ്ങൾ സജ്ജമാക്കുന്നുണ്ട്. എവിടെയൊക്കെയാണ് എന്ന് ചോദിച്ചാൽ പുനലൂർ, 1 പുനലൂർ, 2 നിലമ്പൂർ, 3 കാട്ടാക്കട, 4 കണ്ണൂർ. പുനലൂർ, നിലമ്പൂർ, കണ്ണൂർ, കാട്ടാക്കട. പുനലൂർ, നിലമ്പൂർ, കണ്ണൂർ, കാട്ടാക്കട. അല്ലെ, എല്ലാം ഇറിലാണ് അവസാനിക്കുന്നത് അല്ലെ. പുനലൂർ, നിലമ്പൂർ, കണ്ണൂർ, പിന്നെ കാട്ടാക്കടയും കൂടെ ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ അവിടെ എന്താണ്, ഒരു കുറച്ചധികം സ്ഥലം, അതായത് 5 ഏക്കറൊക്കെ സ്ഥലം കണ്ടെത്തിയിട്ട് അവിടെ ഒരു ഗ്രാമം പോലെ ഒരുക്കുവാനായിരുന്നു ഈ ഒരു പദ്ധതി എന്ന് പറയുന്നത്. ബുദ്ധിപരമായിട്ട് പരിമിതിയുള്ളവർക്കും അതുപോലെ അവരുടെ കുടുംബാംഗങ്ങൾക്കും ഒക്കെ താമസിക്കാനും തൊഴിൽ ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഈ ഒരു ഗ്രാമങ്ങളിൽ സജ്ജമാക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടി വന്നതാണ് കേട്ടോ. അപ്പോൾ എവിടേക്കാണ് വന്നത്? ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. പുനലൂർ, നിലമ്പൂർ, കാട്ടാക്കട, കണ്ണൂർ എന്നിവിടങ്ങളിലാണ് വന്നത്. അടുത്ത ചോദ്യം, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണറായി പ്രവർത്തിച്ച മലയാളി അടുത്തിടെ അന്തരിച്ചു. പേരെന്താണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണറായി പ്രവർത്തിച്ച മലയാളി അന്തരിച്ചത് ആരാണ്? എസ് വെങ്കിട്ടരമണനാണ്. എസ് വെങ്കിട്ടരമണനാണ് അന്തരിച്ചത്. അപ്പോൾ അദ്ദേഹം RBIയുടെ ഗവർണറായിട്ട് പ്രവർത്തിച്ച വർഷം 1990 മുതൽ 92 കാലഘട്ടത്തിലാണ്. 1990 മുതൽ 92 വരെയുള്ള കാലത്താണ് RBIയുടെ ഗവർണറായിട്ട്, എത്രാമത് ഗവർണർ? RBIയുടെ 18ാമത് ഗവർണറായിട്ട് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത്. സിവിൽ സർവീസ് പരീക്ഷയിൽ 1ാം റാങ്ക് നേടിയിട്ടുള്ള ആദ്യത്തെ കേരളീയൻ കൂടിയാണ് എസ് വെങ്കിട്ടരമണൻ കേട്ടോ. സിവിൽ സർവീസ് പരീക്ഷയിൽ ഫസ്റ്റ് റാങ്ക് നേടിയ ആദ്യത്തെ കേരളീയൻ, ഫസ്റ്റ് റാങ്ക് സിവിൽ സർവീസ് പരീക്ഷയിൽ ആദ്യത്തെ റാങ്ക് വാങ്ങിച്ച ആദ്യത്തെ കേരളീയൻ കൂടിയാണ് ആര്? എസ് വെങ്കിട്ടരമണൻ എന്നുള്ളത് ഓർത്തിരിക്കുക. പിന്നെ അദ്ദേഹം കേന്ദ്ര ധനകാര്യ സെക്രട്ടറി ആയിട്ട് കൂടെ പ്രവർത്തിച്ചിട്ടുണ്ട്. ഏതു വർഷം എന്ന് ചോദിച്ചാൽ 1985 മുതൽ 1989 വരെ കേന്ദ്ര ധനകാര്യ സെക്രട്ടറി ആയിട്ടും പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളത് ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, ഏത് സംസ്ഥാനത്താണ് കേന്ദ്ര ട്രൈബൽ സർവകലാശാല രൂപവൽക്കരിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത്? ഏത് സംസ്ഥാനത്താണ് കേന്ദ്ര ട്രൈബൽ സർവകലാശാല രൂപവൽക്കരിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത്? തെലങ്കാനയിലാണ് കേട്ടോ. തെലങ്കാനയിലാണ്. ഗോത്രദേവതകളായിട്ടുള്ള സമാക്ക, അതുപോലെ സരാക്ക എന്നിവയുടെ നാമധേയത്തിൽ തെലങ്കാനയിലെ മുലുഗു ജില്ലയിൽ സ്ഥാപിക്കുന്ന സർവകലാശാല എവിടെയാണ് സ്ഥാപിക്കുന്നത്? തെലങ്കാനയിലെ മുലുഗു ജില്ലയിലാണ് സ്ഥാപിക്കുന്നത്. ആരുടെ പേരിലാണ്? ദേവതകളായിട്ടുള്ള സമാക്ക, സരാക്ക എന്നീ ദേവതകളുടെ പേരിലാണ്. അപ്പോൾ ആ സർവകലാശാലയ്ക്ക് ഏകദേശം 889.07 ഇത്രയും കോടി രൂപയെല്ലാം വകയിരുത്തിയിട്ടുണ്ട് എന്നുള്ളതും കൂടെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഈ ഒരു തെലങ്കാന എന്നുള്ളത് പഠിച്ചു വെച്ചേക്കാം കേട്ടോ. അടുത്ത ചോദ്യം, കുടുംബശ്രീ മിഷൻ വിദ്യാഭ്യാസ വകുപ്പുമായി ചേർന്ന് ഒക്ടോബർ 1 മുതൽ ഡിസംബർ 10 വരെ നടത്തിവരുന്ന പരിപാടി ഏതാണ്? മുൻപ് കഴിഞ്ഞതാണ് അല്ലേ. കുടുംബശ്രീ മിഷൻ നടത്തിയ ഒരു പരിപാടിയാണ്. ഒക്ടോബർ 1 മുതൽ ഡിസംബർ 10 വരെയാണ്. എന്താണ് ആ പരിപാടിയുടെ പേര്? തിരികെ സ്കൂളിലേക്ക് അല്ലേ. ഇപ്പോൾ വർഷങ്ങൾക്ക് മുൻപ് സ്കൂളുകളിൽ നിന്നും പടിയിറങ്ങിയിട്ടുള്ള 46 ലക്ഷം അയൽക്കൂട്ടം വനിതകളെ അവധി ദിവസങ്ങളിൽ സ്കൂൾ
സ്കൂളുകളിൽ എത്തിക്കുക എന്നതായിരുന്നു ആ ഒരു പദ്ധതി എന്ന് പറയുന്നത്. അപ്പോൾ കുടുംബശ്രീ സംവിധാനം ശക്തിപ്പെടുത്തുക, പുതിയ പദവികൾ ഏറ്റെടുക്കാൻ അയൽക്കൂട്ടങ്ങളെ പ്രാപ്തമാക്കുക, ഡിജിറ്റൽ സാങ്കേതിക വിദ്യയെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുക എന്നൊക്കെയായിരുന്നു ഈ തിരികെ സ്കൂളിലേക്ക് പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ. ചിലപ്പോൾ ചോദിക്കാം, താഴെ തന്നിരിക്കുന്നവയിൽ തിരികെ സ്കൂളിലേക്ക് എന്ന പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ പെടാത്തത് ഏത് എന്നൊക്കെ ചോദിക്കാം. അപ്പോൾ എന്തൊക്കെയായിരുന്നു ഈ പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ എന്ന് ചോദിച്ചാൽ എന്തൊക്കെയായിരുന്നു? പുതിയ പദവികൾ ഏറ്റെടുക്കാനായിട്ട് അയൽക്കൂട്ടങ്ങളെ പ്രാപ്തരാക്കുക, ദെൻ ഡിജിറ്റൽ സാങ്കേതിക വിദ്യയെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുക, അതുപോലെ തന്നെ എന്താണ് പുതിയ പദവികൾ ഏറ്റെടുക്കാൻ അയൽക്കൂട്ടങ്ങളെ പ്രാപ്തമാക്കുക, ഡിജിറ്റൽ സാങ്കേതിക വിദ്യയെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുക എന്നൊക്കെയായിരുന്നു ഈ പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം അതൊന്ന് അറിഞ്ഞിരിക്കണേ. അടുത്ത ചോദ്യം, 2023 സെപ്റ്റംബർ ഒടുവിൽ വിജിലൻസ് സംസ്ഥാനത്തെ ബെവ്കോ ഔട്ട്ലെറ്റുകളിൽ നടത്തിയ മിന്നൽ പരിശോധനയുടെ പേര്. 2023 സെപ്റ്റംബർ ഒടുവിൽ വിജിലൻസ് സംസ്ഥാനത്തെ ബെവ്കോ ഔട്ട്ലെറ്റുകളിൽ നടത്തിയ മിന്നൽ പരിശോധനയാണ് ഓപ്പറേഷൻ മൂൺലൈറ്റ്. അപ്പോൾ അതൊന്ന് ആ പേര് മാത്രം പഠിച്ചു വെച്ചേക്കാം കേട്ടോ, ഓപ്പറേഷൻ മൂൺലൈറ്റ്. അപ്പോൾ ഈ ബെവ്കോ ഔട്ട്ലെറ്റ് ഒക്കെ അല്ലേ, അപ്പോൾ നമുക്ക് എന്താണ് ഇങ്ങനെ ഓർക്കാം, അതായത് നമ്മൾ വെള്ളമൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ഒരു നിലാവത്ത് അഴിച്ചു വിട്ട കോഴിനെ പോലെയൊക്കെ നടക്കുന്നൊക്കെ നമ്മൾ പറയില്ലേ, അപ്പോൾ മൂൺലൈറ്റും ഒക്കെ ആയിട്ട് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്താൽ മതി. അപ്പോൾ 2023 സെപ്റ്റംബർ ഒടുവിൽ വിജിലൻസ് സംസ്ഥാനത്തെ ബെവ്കോ ഔട്ട്ലെറ്റുകളിൽ നടത്തിയ മിന്നൽ പരിശോധനയുടെ പേരാണ് ഓപ്പറേഷൻ മൂൺലൈറ്റ് എന്നുള്ളത്. അടുത്ത ചോദ്യമാണ്, ഓപ്പറേഷൻ അൽ അക്സ ഫ്ലഡ്. ഓപ്പറേഷൻ അൽ അക്സ ഫ്ലഡ് എന്താണ്? ഓപ്പറേഷൻ അൽ അക്സ ഫ്ലഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗാസയിൽ അധികാരം കൈയാളുന്ന ഹമാസ് ഇസ്രായേലിൽ നടത്തിയ സൈനിക നടപടിയാണ്. ഗാസയിൽ അധികാരം കൈയാളുന്ന ആരാണ്? ഹമാസ് ഇസ്രായേലിൽ നടത്തിയ സൈനിക നടപടിയാണ് ഓപ്പറേഷൻ അൽ അക്സ ഫ്ലഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇസ്രായേൽ ഹമാസിനെതിരെ ഗാസയിൽ നടത്തുന്ന സൈനിക നടപടിയുണ്ട് കേട്ടോ. അപ്പം ഗാസയിൽ നടത്തുന്ന സൈനിക നടപടിയുടെ പേരെന്താണ് എന്ന് ചോദിച്ചാൽ ഓപ്പറേഷൻ അയേൺ സ്വോർഡ്സ് ആണ് കേട്ടോ. ഓപ്പറേഷൻ അയേൺ സ്വോർഡ്സ് എന്നുള്ളതാണ് ഗാസയിൽ ആർക്കെതിരെ? ഹമാസിനെതിരെ ഗാസയിൽ നടത്തുന്ന സൈനിക നടപടിയാണ് ഓപ്പറേഷൻ അയേൺ സ്വോർഡ്സ് എന്ന് പറയുന്നത്. 2021 നടന്ന 11 ദിവസം നീണ്ട ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന് ശേഷമുള്ള ഗുരുതരമായ ഒരു സംഘർഷാവസ്ഥയാണ് ഈ ഓപ്പറേഷൻ അൽ അക്സ ഫ്ലഡ് എന്ന് പറയുന്നത്. ഇസ്രായേലിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ തിരികെ എത്തിക്കുന്നതിനായിട്ട് ഇന്ത്യ നടത്തിയിട്ടുണ്ടായിരുന്ന ഒരു ദൗത്യമുണ്ട്. അതെന്താണ്? അതാണ് ഓപ്പറേഷൻ അജയ് എന്ന് പറയുന്നത്. ഓപ്പറേഷൻ അജയ് എന്ന് പറയുന്ന പദ്ധതി എന്താണ്? ഇസ്രായേലിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ തിരികെ എത്തിക്കുന്നതിനായി ഇന്ത്യ നടത്തിയ ദൗത്യമാണ് ഓപ്പറേഷൻ അജയ് എന്നത് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് നമ്മൾ സെലക്ട് ചെയ്ത് തരുന്നത്. അപ്പോൾ നോട്ട്സ് തയ്യാറാക്കിയിട്ട് പഠിക്കുക. ഇനിയും ഇതുപോലത്തെ വീഡിയോസ് നമ്മൾ ഒരുപാട് അപ്ലോഡ് ചെയ്യും. അപ്പോൾ എല്ലാ വീഡിയോസും കണ്ട് പ്രയോജനപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ മറ്റുള്ള ഉദ്യോഗാർത്ഥികൾക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാനും ആരും മറക്കരുത്. പിന്നെ നമ്മുടെ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻറ്റായിട്ട് ടെലിഗ്രാമിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. എല്ലാവരും കയറി ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്